الحمد لله رب العالمين. اللهم لك الدوام الأزلي والبقاء السرمدي حتى ترث الأرض ومن عليها وأنت خير الوارثين. سبحانك يا دائم أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. سبحانك يا دائم ارزقنا حلاوة محبتك واحشرنا في زمرة المحبين. ولا حول ولا قوة إلا بالله العلي العظيم. حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. اللهم صل على الذات المحمدية اللطيفة الأحدية شمس سماع الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العلي العظيم. وقال نبينا وحبيبنا ومرشدنا وقدوتنا محمد صلى الله عليه وسلم: أكمل المؤمنين إيمانا أحسنهم خلقا وألطفهم بأهليه. തിരുദൂതരൊരുദിനം സന്തോഷവാനായി കാണുന്നേ പ്രിയതമയമ്മ അരികത്തായിരിക്കുന്നേ. ചോദിച്ചു ആയിഷ, എനിക്ക് വേണ്ടി ഒന്നിരക്കാമോ? ഉടനാടി പ്രാർത്ഥന ബീവിക്കായി മറക്കുമോ? മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
اغفر لي يا عيشى كلهم محوج ഇത് കേട്ട് ബീവി ചിരിച്ചൊരുപാട് സാഴത്തേക്ക് മുത്ത് റസൂലിൻ മടിയിലായി റസങ് വെക്കുന്നേ സന്തോഷം മല തല്ലി ആയിഷ ബി ചിരിക്കുന്നേ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം അപ്പോൾ നബിയാദ ബീവിയോടായി ചൊല്ലുന്നേ ബഅദ കുല്ലി സ്വലാ ഉമ്മത്തിനായി ഇറക്കുന്നേ ആബാന മൗലിദുഹു അൻ ത്വീബി ഉൻസുരിഹി يا طيب مبتدأ منه ومختتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلم أمة سيدنا ومولانا محمد ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന കാരണവന്മാർ, രക്ഷിതാക്കൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, ഉമ്മപെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, സർവാധിനാഥനായ റബ്ബ് തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞകാല ജീവിതങ്ങളിലൊക്കെ സംഭവിച്ചു പോയ എല്ലാ അപരാധങ്ങളും ജഗനിയന്താവായ റബ്ബ് തആല വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം പാപ സുരക്ഷിതരായി ജീവിക്കുവാനും അവസാനം ആഖിബത്ത് നന്നായി മരിക്കാനും നാഥനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള കൂട്ടുകുടുംബങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലത്തിന്റെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവർക്കും അല്ലാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖിയും ഉഖ്റവിയുമായ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആനന്ദത്തിലുമാക്കി തരട്ടെ. അവസാനം സുഖലോക സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഓരോരോ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും പുകഴ്ത്തിയും എഴുതിയും വഅദുകളിലായും നസീഹത്തുകളിലായും ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ മാത്രമല്ല, മറ്റു ഇതര സമുദായക്കാർ പോലും ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മയൊക്കെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുന്തോറും, ആ മുത്തുനബിയുടെ ജീവിത മാർഗരേഖകൾ പരിശോധിക്കുന്തോറും ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് കഴിയുന്നത് എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലാണ്
ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന മറ്റു സമുദായക്കാർ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരനായ വലിയ ഒരു എഴുത്തുകാരനും ചിന്താകരനുമായ ഒരു അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് ആളുകൾ വരുന്ന വലിയ പുരോഹിതന്മാരെയും അതുപോലെ തന്നെ വലിയ വലിയ വാഗ്മികളെയും ഉൾപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ 100 ചരിത്രകാരന്മാരായ ആളുകളുടെ പുസ്തകത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ the 100 ranking of the most influential person in history എന്ന് പറയുന്ന മൈക്കൽ എച്ച് ഹാർട്ടിന്റെ 1978 പുറത്തിറക്കിയ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൽ 1-ാം റാങ്കുകാരനായിക്കൊണ്ട് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ 10 മടങ്ങ്, അതല്ല 100 മടങ്ങ്, കോടാനക്കോടി വരുന്ന ഒരു മടങ്ങിന്റെ സ്ഥാനമാണ് ഓരോ വിശ്വാസികളുടെയും ഹൃദയാന്തരാളങ്ങളിൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്നതും ആ മുത്തുനബിയുടെ എല്ലാ നിലക്കുള്ള ബഹുമാനവും ആദരവും നൽകുന്നത് വെറും മുസ്ലിം മതവിശ്വാസികൾ മാത്രമല്ല എന്നുള്ളതിലേക്കാണ്. ശ്രീനാരായണ ഗുരുവാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കവിതയിലൂടെ നമ്മെ ഉണർത്തിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്ന് പറഞ്ഞത്, എന്ന് പാടിയത് ഏതെങ്കിലും മുസ്ലിം മതവിശ്വാസികളായ മുസ്ലിം നാമധാരികളായ ഏതെങ്കിലും മനുഷ്യരല്ല, മറിച്ച് അന്യമതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അന്യമതസ്ഥിലെ ഒരു സന്യാസി എന്നോളം കണ്ടിരിക്കുന്ന അവരുടെ വലിയ ഒരു നേതാവാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് തുടങ്ങുന്ന പദ്യം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്തസത്തയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടികളിൽ അത്യുത്കൃഷ്ടരാണ്, സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു പുരുഷന്റെ രൂപത്തിലും പിറന്ന ദൈവമല്ല ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. അത് അവരുടെ ഒരു ഭാഷയിൽ നമ്മോട് സംസാരിച്ചു എന്ന് മാത്രം. നരനിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ. എത്രമേൽ സ്ഥാനമാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ നൽകിയത് എന്ന് ആ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം അത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏത് വലിയ ആഗോള ചിന്തകന്മാരും അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഗൂഗിളുമായി സെർച്ച് ചെയ്യുമ്പോഴും അതുമായുള്ള ബഹസിലും ചർച്ചകളിലും സെർച്ചുകളിലും നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആവോളം നുകരുവാനും ആ മുത്തുനബിയുടെ ജീവിത രീതി ഏതെല്ലാം രീതിയിലായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ നിഷ്പ്രയാസം ഇന്ന് സാധിക്കും. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം റോൾ മോഡൽ മുത്തുനബിയാണ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും ഏത് മേഖലകളിലേക്കും നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് നിരുപാധികം ഒരു മോഡലായി സ്വീകരിക്കാൻ
ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാളെയും ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് മുസ്ലിമിന്റെ അഭിമാനമാണ്, മുസ്ലിമിന്റെ അന്തസ്സത്തെയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആർജവത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ തല ഉയർത്തിക്കൊണ്ട് ഇത് ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ആരുടെ മുമ്പിലും തല ഉയർത്തിക്കൊണ്ട് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു നേതാവ്, അതാണ് സയ്യിദുൽ കൗനൈൻ നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃക രേഖകളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളുടെ ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും, നമ്മളുടെ അനക്കങ്ങളിലും അടക്കങ്ങളിലും, നമ്മുടെ ഉണർവിലും നമ്മുടെ ഉറക്കിലും, നമ്മുടെ സർവമാന കാര്യങ്ങളിലും ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന അന്ന് മുതൽ അവസാനമായ ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവന്റെ ആത്മാവിനെ പിടിക്കുവോളം എന്നല്ല, അത് കഴിഞ്ഞ് ബർസഖിയായ ഖബർ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാലും അവിടെ ചെന്നുകൊണ്ട് ആ ബർസഖിയും മുഹ്റമിയും കഴിഞ്ഞ് നമ്മുടെ മഹ്ശറ വംശബയിലെത്തിയാലും ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നേതാവ്. എല്ലാ അമ്പിയാക്കൾക്കും, എല്ലാ ഔലിയാക്കൾക്കും, എല്ലാ ആരിഫീങ്ങൾക്കും, എല്ലാ സ്വാലിഹീങ്ങൾക്കും, എല്ലാത്തിനും നേതാവും ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ അത് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്ത് നബിയെയാണ് നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത്. ആ മുത്ത് നബി കുടുംബ ജീവിതത്തിന് മാതൃക പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കടമകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സർവോപരി എല്ലാ കാര്യങ്ങളിലുള്ള കടമകളും കടപ്പാടുകളും ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷക്കാലം കൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിലൂടെ, ഹദീസിലൂടെ ഓരോ വിശ്വാസിയെയും കൃത്യമായും വ്യക്തമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മുത്ത് നബിയെയാണ് നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത്. കാലം എത്ര പുരോഗമിച്ചാലും, ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും, AI-യുടെ സംവിധാനത്തിലേക്ക് എത്തിയാലും, അതിനപ്പുറം ഇനി 20-ാം നൂറ്റാണ്ട് കണ്ട് മുന്നോട്ട് പോകുമ്പോ ഇനി മറ്റൊരു യുഗത്തിലേക്ക് കടന്നു ചെന്നാലും അവിടെയും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമമായ മാതൃക നമുക്ക് മുമ്പിലുണ്ട്. ആ മാതൃകയനുസരിച്ചാണ് വിശ്വാസി സമൂഹം അവന്റെ ആയുസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവന്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വ്യക്തമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ടും നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കാനുള്ള ക്വാളിഫിക്കേഷൻ മുത്തുനബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ദിക്ർ മേഖലകളിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃക കാണിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബ ജീവിതത്തിലേക്കാൾ. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഏത് ഭദ്രമായ ഘട്ടങ്ങളിലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വ്യക്തിത്വം, അത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഈമാൻ പരിപൂർണമായ ആളുകൾ, സ്വഭാവ ശുദ്ധിയുള്ള ആളുകളാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിലൂടെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ മുത്തുനബി പഠിപ്പിക്കുകയാണ്.
നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളോട് വളരെ കൃപയോടുകൂടി ദയയോടുകൂടി നിങ്ങൾ പെരുമാറണമെന്ന് ഹബീബ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മളൊക്കെ ഒരു കുടുംബമായി ജീവിക്കുന്നവരാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇങ്ങനെ ഒരു കുടുംബമായി നമ്മൾ ജീവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആർക്കാർക്കും ഒരു തരത്തിലുള്ള വിഷമകരമായ ഘട്ടങ്ങളുമില്ലാതെ പരിപൂർണമായ സന്തോഷത്തോടെ, പരിപൂർണമായ ആനന്ദത്തോടെ, പരിപൂർണമായ ആഹ്ലാദത്തോടെ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ മാതൃകകളും ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ആ ഹബീബിന്റെ മാതൃക എന്താണ്? ആ ഹബീബിനുണ്ടായിരുന്ന ഭാര്യമാരെ, ആ ഹബീബിനുണ്ടായിരുന്ന മാതാപിതാക്കളെ, ആ ഹബീബിനുണ്ടായിരുന്ന മക്കളെ, ആ ഹബീബ് എങ്ങനെയാണ് അവരോട് പെരുമാറിയത്, എങ്ങനെയാണ് അവരോട് സൗഹാർദ്ദം സ്ഥാപിച്ചത്, എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിച്ചത്, ഏതെല്ലാം രീതിയിലാണ് അവർ കൊണ്ടു നടന്നത്, ഇതെല്ലാം മുത്തുനബിയുടെ ജീവിത മാർഗരേഖയായി തിരുഹദീസുകളിലൂടെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവും അവന്റെ ഹബീബും നമ്മെ പഠിപ്പിക്കുമ്പോ ആ ഹബീബിന്റെ ജീവിതമാണ് നമുക്ക് റോൾ മോഡലായി സ്വീകരിക്കാനുള്ളത്. അല്ലാതെ ആകാശത്തിന് ചുവട്ടിലായി ഈ ഭൂമിക്ക് മുകളിൽ ഒരാളും ഇല്ല. അതുകൊണ്ട് ആ ഹബീബിന്റെ ജീവിതം നമ്മൾ ശരിക്കും പഠിക്കണം. മഹദിയായ ആയിഷ, ആരാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ? മുത്തുനബിയുടെ പ്രിയതമയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കൊച്ചുപ്രായത്തിൽ മുത്തുനബിയുടെ സവിധത്തിലേക്ക് കടന്നു വന്നു. ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ എപ്പോഴും മുത്തുനബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്ന ഭാര്യമാരിൽപ്പെട്ട ഭാര്യയാണ് ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുനാ ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചാനലുകാർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിന്റെ വിരുദ്ധരായ ആളുകൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താ? മുത്തുനബിയെ കുറിച്ച് കൂടുതൽ അറിയാത്തതിന്റെ പേരിലല്ലേ 9ാമത്തെ വയസ്സിൽ ശൈശവ വിവാഹം ചെയ്തതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കളെ നൊമ്പരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, കോടാനുകോടി വരുന്ന മുസൽമാന്റെ ചങ്കിലെ ചോരയായ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് ആ തിരുനബിയെ എല്ലാ നിലക്കും അവഹേളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആ മുത്തുനബിയെ കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം പഠിച്ചവരൊക്കെ തിരുത്തിയിട്ടുണ്ട്, തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത് മുത്തുനബിയുടെ മാതൃകാപരമായ ജീവിതമാണ്. മുത്തുനബി 9ാം വയസ്സിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഉമ്മുൽ മുഅ്മിനീൻ എല്ലാ നിലക്കും മുത്തുനബിക്ക് താനായി തണലായിക്കൊണ്ട് വിഷമഘട്ടങ്ങളിൽ എല്ലാ നിലക്കും സഹായിച്ചുകൊണ്ട് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര. എങ്ങനെയാണ് മുത്തുനബി വിവാഹം ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ് പ്രായമാകുമ്പോ 45-55ഓളം വയസ്സുള്ള പ്രായമുള്ള സയ്യിദത്തുനാ ഖദീജ ബീവി റളിയല്ലാഹു തആല വിവാഹം ചെയ്തത് ചർച്ച ചെയ്യപ്പെടാറില്ല. കാരണം അത് മുത്തുനബിയുടെ പ്ലസ് പോയിന്റായി ഒരു ചർച്ചയിലൂടെ
ഫൈനലായ തീരുമാനം വരും. അത് ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹിക്കൂല എന്നതാണ്. അത് അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്തത്. ഞാൻ അതിലേക്ക് സംഭവം കൊണ്ടുപോവുകയില്ല. തിരിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിലേക്ക് വരട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വളരെ ചെറുപ്രായത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയാകാനുള്ള ഭാഗ്യം ലഭിച്ച വനിതയാണ്. ആ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു റോൾ മോഡലായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്ന അവിടെ നിന്നുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയോ അത് മുഴുവനും സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. മഹ്ദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ലമ്മാ റഅയ്തു മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വീബ നഫ്സിൻ ഖുൽതു യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ലമ്മാ റഅയ്തു മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം ഞാൻ കണ്ടപ്പോ ത്വീബ നഫ്സിൻ, നല്ല സുന്ദരനായിക്കൊണ്ട് സന്തോഷവാനായിക്കൊണ്ട് മുത്തുനബിയെ ഞാൻ കണ്ടപ്പോ ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, ഉദ്ഉല്ലാഹ ലീ, നബിയേ എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ. ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ സംഭവത്തിന്റെ ഓരോരോ ഘട്ടങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് മുത്തുനബിയെയും ഉമ്മമാരെ ആയിഷ ബീവിയെയും ഏതെല്ലാം നിലക്ക് നമ്മുടെ റോൾ മോഡലായി സ്വീകരിക്കണമെന്ന് ഇതിലൂടെ ഈ ഒരു സംഭവത്തിലൂടെ ഓരോ ഘട്ടങ്ങളിലും കടന്നു വരുന്നുണ്ട്. ഒരു ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത്, എനിക്ക് വേണ്ടി എന്റെ പ്രിയ ഭർത്താവേ ഒന്ന് ദുആ ചെയ്യുമോ. തിരുദൂതരൂദീനം സന്തോഷവാനായി കാണുന്നേ, പ്രിയതമയമായിഷ അരികത്തായി ഇരിക്കുന്നേ. ചോദിച്ചു ആയിഷ, എനിക്ക് വേണ്ടി ഇരയ്ക്കാമോ. ഉടനാടി പ്രാർത്ഥന ബീവിക്കായി മറക്കുമോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷവാനായി ആയിഷ ബീവി റളിയല്ലാഹു തആല കാണുന്നു. നബിയെ എനിക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യുമോ. അപ്പോഴതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ ما تقدم من ذنبها وما تأخر ما أسرت وما أعلنت. പടച്ച തമ്പുരാനേ, അല്ലാഹുവേ, എന്റെ ആയിഷക്ക് നീ പൊറുത്തു കൊടുക്കണം. അല്ലാഹ് ആയിഷയുടെ മുമ്പുകളിൽ